ഹലോ മെഡിയേഴ്സ്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണം എന്നുള്ളത് ഒരാഴ്ച മുന്നേ തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ ഏത് അമ്പലത്തിൽ പോകണം എന്നുള്ളത് ഞാൻ ഒരു മാസം മുന്നേ തീരുമാനിച്ച കാര്യമാണ് കേട്ടോ. അതായത് ഒരിക്കൽ MG റോഡ് വഴി പോയപ്പോൾ TD റോഡിൽ ഒരു അമ്പലം കണ്ടു. മഹാവിഷ്ണു ക്ഷേത്രമായിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പം തന്നെ എനിക്ക് അവിടെ പോകണമെന്ന് തോന്നി. കാരണം ഞാനൊരു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കളിച്ച് ചിരിച്ച് വളർന്നവളായതുകൊണ്ടാവാം മഹാവിഷ്ണുവിനോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു ആരാധനയുണ്ട്, ഇഷ്ടവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ ക്ഷേത്രം. അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ പോകണമെന്ന് തോന്നി. ഞാൻ ഉറപ്പിച്ച് എന്തായാലും പോയി. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഒരു ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ MG റോഡാണ്, ബഹളം, എന്താ പറയുക, വാഹനങ്ങളുടെയും ആളുകളുടെയും തിരക്കും ബഹളവും. അതിൻ്റെ ആ ഒരു ഇടയിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടുക്കത്തെ നിശബ്ദതയാണ് കേട്ടോ. ഭജനയും ഭയങ്കര പോസിറ്റീവ് വൈബ്. എന്താ എനിക്കങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത് വളരെ വളരെ എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് എനിക്ക് പോരാനേ തോന്നിയില്ല. ഈ ഒരു കുളം കണ്ടു, നമ്മുടെ പത്മതീർത്ഥ കുളം പോലെയുണ്ട്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് പത്മതീർത്ഥ കുളം. അതായത് ആ ഒരു സൈഡിലും പിന്നെ നടുക്കുള്ള സംഭവം എല്ലാം നോക്കുമ്പോൾ ശരിക്കും അതുപോലെ തന്നെയുണ്ട്. പിന്നെന്താ പറയുക, ഈ ഒരു വലിയ ക്ഷേത്രമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൊങ്ങിണീസ് അവരുടെ ഒരു ഇതാണ്, നോർത്ത് ഇന്ത്യൻസിനെയൊക്കെയാണ് ഞാൻ അവിടെ കൂടുതൽ കണ്ടത്. മലയാളീസ് അങ്ങനെ ആരെയും ഞാൻ കണ്ടില്ല അധികം. ഭയങ്കര വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ശാന്തതയായിരുന്നു കേട്ടോ, ഭയങ്കര ശാന്ത. നരസിംഹമൂർത്തി അങ്ങനെ എന്തോ ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് പേര് പോലും കറക്റ്റായിട്ട് പറയണം എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര വലിയൊരു പോസിറ്റീവാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ പോയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഈ പോണ അമ്മച്ചീനെ ഞാൻ നോക്കി ചിരിച്ചു കേട്ടോ. അപ്പോൾ അമ്മച്ചി ഒരു പാട്ട് പാടിയതിന്, ചിരിച്ചെൻ്റെ മയക്കല്ലേ മിടുക്കി പെണ്ണേ, അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി തന്നു കേട്ടോ. എന്നിട്ടാണ് പോയത്. അടിപൊളി അമ്മച്ചി കേട്ടോ. എന്തായാലും എനിക്കിഷ്ടമായി. ഇതെനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയൊരു പൂവാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൃന്ദാവനിൽ നിന്ന് ഫുഡ്, അമ്പലത്തിൽ പോണ ദിവസമൊക്കെ ഫുഡ് വൃന്ദാവനിൽ നിന്നായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡ്യൂട്ടിക്ക് വന്നു. അപ്പോഴാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മെഡിസിൻ മേടിക്കാൻ വന്നു. പിന്നെ പുള്ളിയായിട്ട് ചെറിയൊരു സെൽഫി. അത് കഴിഞ്ഞ് പിന്നെ 12 മണിവരെ ഡ്യൂട്ടി. പക്ഷേ എനിക്കിന്ന് ഒരു തളർച്ച, ക്ഷീണവും മടി, അലസത ഒന്നുമില്ല കേട്ടോ. 12 മണി ടൈമാണ് കേട്ടോ ഞാൻ ക്ലോസ് ചെയ്യാറായി. അപ്പോഴും ഞാൻ ആ ഒരു പ്രസരിപ്പിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പോലെ തന്നെ എല്ലാ ദിവസവും ആയാൽ നല്ലതായിരുന്നു.